ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 9:03 രാവിലെ തന്നെ നമുക്ക് മാർക്കറ്റിന്റെ ഓവർവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഗൈസ് ഇന്ന് നമ്മളെ സ്വത്ത് കൂടെ ഉണ്ട് കേട്ടോ ട്രേഡ് ചെയ്യാൻ. സ്വത്ത് എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ്. എടി പഠിച്ചൊക്കെ ഓർമ്മയുണ്ട? നമ്മുടെ മാർക്കറ്റ് പൊക്കത്തോട്ട് പോവാ അഥവാ ബുള്ളിഷ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഓപ്ഷൻ എടുക്കണ്ട? കോൾ ഓപ്ഷൻ. ഓ മോളി താഴത്തോട്ടാണെങ്കിൽ പുട്ട് ഓപ്ഷൻ. ഓക്കെ. അപ്പൊ ഇതെന്തുവാ ഈ താഴത്തെ ഈ പച്ച വര ഇതെന്തുവാ? അത് പറ. അത് ഇത് എന്തുവാ പറ. ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ്. അതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് നമ്മള് ഒരു ടാർഗറ്റ് വെച്ചേക്കുക, സാധനം ഇങ്ങോട്ട് താഴോട്ടൊക്കെ വരുവാണെന്ന് നോക്കാൻ. ഓ ഗൈസ് ഗൈസ് ഏതാണ്ട് ലിങ്ക് ഒക്കെ അയച്ചതിൽ ഇതൊക്കെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ രാവിലെ സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ എണീക്കാറില്ല, അതുകൊണ്ട് കുറച്ച് ഉറക്കപ്പിച്ചൊക്കെയാണ്. ഇത് അതിന്റെ പ്രത്യേകത എന്തുവാ? ഒരു മിനിറ്റ് കാണിച്ച്. അത് തന്നെ അതിന്റെ പ്രത്യേകത എന്തുവാ? അത് സേഫ് സോൺ. എങ്ങനെ സേഫ് സോൺ ഉദ്ദേശിക്കുക? അത് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ അകത്തോട്ട് വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഗ്രാഫ് അല്ല ക്യാൻഡിൽ. എനിക്ക് അങ്ങനെ ഒന്നും പേരൊന്നും അറിയില്ല, ഞാൻ ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ ഞാൻ പഠിച്ചെടുക്കും. ഇവക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ എവിടെ എൻട്രി എടുക്കണ കാര്യങ്ങളൊക്കെ എന്റെ കൂടെ നിന്ന് നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതുകൊണ്ട് മാത്രം മനസ്സിലാകുന്നത്. നിന്നെ കാണുമ്പോ ഒരു 2 മാസം മുന്നത്തെ എന്നെ ഇപ്പൊ എനിക്ക് ഓർമ്മ തന്നെ ഇത് തന്നെയായിരുന്നു ഞാൻ പറയുന്നത്. ആ സാധനം ഉണ്ടല്ലോ പൊങ്ങി പോണ ക്യാൻഡിലെന്നൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ കാശ് എന്തായാലും 9-7 ആയിക്കട്ടെ, ഇത്തിരി കൂടെ ഉള്ളു. അപ്പൊ നമുക്ക് പൊളിക്കാം. ഓക്കെ, ഇതുവരെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് ഓവർവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് നമ്മുടെ MTL സോണിനേക്കാൾ മുകളിലാണ് ഓപ്പൺ ആകുന്നെങ്കിൽ നമ്മൾ നേരെ ലോങ് എടുക്കും. അഥവാ താഴത്തോട്ടാണെങ്കിൽ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല കേട്ടോ. കാരണം രാവിലെ തന്നെ ഞാൻ ഇത്തിരി ഷോ ഓഫ് ആയിരുന്നു ഇവളുടെ ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി അഗ്രസീവ്ലിയാണ് ഞാൻ ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തത്. എൻ്റെ ഇമോഷനെ ചെറുതായിട്ട് അവിടെ ബാധിച്ച്. നമുക്ക് കറക്റ്റായിട്ട് ഓവർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ രാവിലെ. ദാറ്റ് ഈസ് MTLന്റെ മുകളിൽ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. പക്ഷേ ഗൈസ് അടുത്ത ക്യാൻഡിൽ ഫോം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കയറി വെച്ചും കോൾ ഓപ്ഷൻ പിടിച്ചു ഗൈസ്. പിന്നെ ഗൈസ് എന്ത് പറയാനാ, ട്രെൻഡ് ആണെങ്കിൽ ഡൗൺ ആയിരുന്നു, നമുക്കാണെങ്കിൽ ലോസും വന്നു. ദാറ്റ് ഈസ് 2733 നമ്മൾ ആദ്യത്തെ ഇന്നത്തെ ട്രേഡിൽ ലോസ് കിട്ടി ഗൈസ്. കാരണം നമ്മുടെ ടൂൾ ഉണ്ടല്ലോ അടിപൊളിയാണ്. വീണ്ടും 2 എൻട്രീസ്, അത് MTL സോണി പക്കായിട്ടുള്ള എൻട്രിയാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോസ് മൊത്തം ഞാൻ തിരിച്ചു പിടിച്ചു. അപ്പൊ ഗൈസ് ഇവിടെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പൊ ഫസ്റ്റ് ക്യാൻഡിലെ തന്നെ കയറി പിടിച്ചിട്ടാണ് നമ്മൾ ലോസ് ഉണ്ടാക്കി വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഗൈസ് താഴത്തോട്ട് വന്നപ്പോ വീണ്ടും ഒരു യെല്ലോ ക്യാൻഡിൽ കാണിച്ചു തന്നിട്ട് MTL സോണിന് നടുക്കാണ്. അവിടെ വീണ്ടും നമ്മൾ നല്ലൊരു എൻട്രി എടുത്ത് 4000 സംതിങ് രൂപ നമുക്ക് അവിടെ വീണ്ടും കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ കണ്ടില്ലേ ഗൈസ്, ഇതൊരു MTL സോൺ തന്നെയാണ് ഗൈസ്. കണ്ട, ഇതിന്റെ നടുക്കായിട്ടാണ് ഈ ക്യാൻഡിൽ വന്നിരിക്കണം. ഇതിപ്പോ 5 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആണ്. നമ്മളിപ്പോ 3 മിനിറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് യെല്ലോ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിരിക്കണം, നമുക്ക് കാണാൻ പറ്റും ഗൈസ്. കണ്ട, ഇവിടുന്ന് നമ്മൾ നല്ലൊരു എൻട്രി എടുത്ത് നല്ലപോലെ റൈഡ് ചെയ്ത് നമ്മൾ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് നേരെ ടാർഗറ്റ് ചെയ്ത് അവിടെ നിന്നാണ് എക്സിറ്റ് ചെയ്തത് നമ്മുടെ സ്വത്ത്. അപ്പൊ ഗൈസ് ഇന്നത്തെ പ്രോഫിറ്റ് നമ്മുടെ സ്വത്താണ് ബുക്ക് ചെയ്യാൻ പോണത്. ബുക്ക് ചെയ്യടി. എങ്ങനെയാ ഇത് ചെക്ക് എന്നിട്ട് എക്സിറ്റ് കൊടുക്കട്ടെ. ഇങ്ങനത്തെ സ്വൈപ്പ് ചെയ്യും. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് 17,424. നമ്മൾ 3 ട്രേഡാണ് എടുത്തത്. അതിൽ ആദ്യത്തെ ട്രേഡ് നമുക്ക് ലോസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 2 ട്രേഡും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. അപ്പൊ എനിക്ക് ഗൈസ് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇമോഷണലി ഒന്നും കയറി ചെയ്യല്. ഇപ്പൊ ആദ്യത്തെ ട്രേഡ് നമുക്ക് ലോസ് ആണെന്ന് പറഞ്ഞ് റിവെഞ്ച് ട്രേഡും കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇപ്പൊ ഞാൻ എടുത്ത കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ടൂൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടൂളിൽ എവിടെ എൻട്രി എടുക്കണമെന്ന് കാണിച്ചു തരുന്നുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ തന്നെ കാണിച്ചു തന്നില്ല. ഇപ്പൊ 2 MTL സോണി വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തത്.
പക്ഷെ മൂന്നാമത്തെ എൻട്രി ഉണ്ടല്ലോ അത് 10:30 കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. നോർമലി ഞാൻ 10 മണി കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാറില്ല, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. പക്ഷെ എന്നാലും ഇത് കറക്റ്റ് ഒരു നല്ലൊരു എൻട്രി പോയിട്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്താണ്. എന്തായാലും ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ട്രേഡ്. ഞാൻ വിചാരിച്ച പോലല്ല, എന്തായാലും നാണം കിട്ടില്ല അവളുടെ ഫ്രണ്ടിൽ. പിന്നെ ഗൈസ് നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല, നിങ്ങൾ ഏതൊരു കൺസെപ്റ്റ് ഫോളോ ചെയ്താലും അതിപ്പോ നമ്മുടെ ടൂൾ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസ് ആക്ഷൻ ആണെങ്കിലും SMC ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഗുണമുള്ള ദാറ്റ് ഈസ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ചാടി എന്നും പറയണോ അല്ലെങ്കിൽ ചാടി പോലും അപ്പൊ നിങ്ങൾക്ക് വർക്കൗട്ട് ആകത്തില്ല, നിങ്ങളൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആകത്തില്ല. അപ്പൊ നിങ്ങൾ ഏതൊരു കാര്യത്തിലും കൺസിസ്റ്റൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് വരും. കൺസിസ്റ്റൻസിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നും നോക്കാണ്ട് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുക. അതിൽ തന്നെ പ്രോപ്പർ ആയിട്ട് റിസ്ക് റിവാർഡ്, മണി മാനേജ്മെന്റ്, ഇമോഷൻ കൺട്രോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. നാളെ ആണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇതേപോലെ ഒന്ന് ഞാൻ കാണിക്കുന്നതാണ്. അപ്പൊ ഇതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ താഴത്തെ നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുറെ അപ്ഡേറ്റുകളും സ്റ്റൂളിന്റെ ആണെങ്കിലും നമ്മുടെ സ്ട്രാറ്റജീസ് ആണെങ്കിലും ഞാൻ ട്രേഡ് എടുക്കണമെങ്കിലും മാർക്കറ്റ് ഓവർവ്യൂസും അതെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്ക്. അപ്പൊ അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ.